ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് FMG സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പ്രൊവിഷണലിനൊക്കെ അപ്ലൈ ചെയ്തു. ഓൾമോസ്റ്റ് കുറേ പേർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞു പ്രൊവിഷണൽ. എനിക്കും വന്നായിരുന്നു. ഈ പ്രാവശ്യമൊക്കെ കുറച്ച് സ്പീഡപ്പ് ആയിട്ടാണ് പ്രൊവിഷണലൊക്കെ വന്നത്, അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു ബാച്ച് മുതൽ പെട്ടെന്ന് പ്രൊവിഷണലൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ എനിക്കും പ്രൊവിഷണൽ കിട്ടിയായിരുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. നെക്സ്റ്റ് ഇനി ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകൾ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ പ്രൊവിഷണലിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്റേൺഷിപ്പിനും കൂടി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെയ്യാമോ എന്ന് വീഡിയോ. അപ്പോൾ എന്തായാലും അത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും. ഇപ്പം ഞാനാണെങ്കിലും കുറേ പേരോട് വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. ഇപ്പോൾ എന്നേക്കാൾ മുന്നേ ചെയ്തവരൊക്കെയാണ് പറഞ്ഞു തന്നത്. പിന്നെ നമുക്ക് നമ്മുടെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഓരോ ഇതിനും അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ളവർക്ക് ഇത്രയും കൂടി എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാം, അധികം അന്വേഷിച്ച് നടക്കണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം നോക്കാം. നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DMEയുടെ സൈറ്റ് ഉണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറുമ്പോൾ തന്നെ താഴെ നോട്ടിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവരുടെ കുറേ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷനിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ആയിരുന്നു. അതൊരു ഗൂഗിൾ ഫോം പോലെ ആയിരിക്കും കൊടുക്കുന്നത്. ഇന്റേൺഷിപ്പ് ഫോർ FMGs എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ ഗൂഗിൾ ഫോം ഉണ്ടാകും. നമ്മളത് എടുത്തിട്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതിൽ നമ്മുടെ പ്രൊവിഷണൽ മാത്രം നമ്മൾ അപ്ലോഡ് ആക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. നമുക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ഓൾറെഡി ഇപ്പോൾ ഉണ്ട്, DMEയുടെ സൈറ്റിലുണ്ട്. അത് ജൂൺ 10th വരെയാണ് ഇപ്പോൾ അവർ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. 10th കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം മെയ് 30 ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. അത് 10 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതിനുശേഷം പ്രൊവിഷണൽ ലേറ്റ് ആയിട്ട് കിട്ടിയവർക്ക് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജൂൺ 10th വരെയും ആ ആപ്ലിക്കേഷൻ ഫോം അവിടെ ഉണ്ടാകും. നമ്മൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇപ്പം ജൂൺ 10th ആണല്ലോ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞൊരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ ഇടും. അപ്പം അതിൽ നമ്മൾ കൗൺസിലിങ്ങിന് പോകേണ്ടി വരും. അതായത് DMEയിൽ, ട്രിവാൻഡ്രത്തുള്ള DMEയിൽ നമ്മൾ കൗൺസിലിങ്ങിന് അവർ വിളിച്ചുകൊണ്ടായിരിക്കും നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് 1 or 2 വീക്സിനുള്ളിൽ വരും എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ നമ്മൾ എന്നാണോ DMEയിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ വെച്ചിട്ട് കൗൺസിലിംഗ് നടക്കും. കൗൺസിലിംഗ് നടന്നിട്ട് നമുക്ക് 2 ഓപ്ഷൻ വെക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് ആണെന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ എറണാകുളവും കോട്ടയവുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എറണാകുളത്തും കോട്ടയത്തുള്ള മെഡിക്കൽ കോളേജസിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ കിട്ടും. അവിടെ സീറ്റ് ഒഴിവില്ല, ഫില്ലാണ് എന്നുണ്ടെങ്കിൽ എവിടെയാണോ ഒഴിവുള്ളതെന്ന് വെച്ചാൽ അവർ പറയും, നമുക്ക് ഏതെങ്കിലും ഒരു കോളേജ് സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൻ്റെ പ്രൊസീജിയർ. അപ്പം DMEയിൽ നമ്മൾ എന്തായാലും പോകണം മെഡിക്കൽ കോളേജിൽ ഇന്റേൺഷിപ്പിന് കയറാൻ വേണ്ടിയിട്ട്. അവിടെ വെച്ചിട്ടാണ് നമുക്ക് ഈ മെഡിക്കൽ കോളേജ് അലോട്ട് ചെയ്ത് തരുന്നത്. സോ അതാണ് മെഡിക്കൽ കോളേജിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GHലേക്കുള്ളതാണ്. ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് അപ്ലൈ ചെയ്ത ആ ഒരു സമയത്ത് GH വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അതൊരു 1 ടൈം റിലാക്സേഷൻ ആയിട്ട് കൊടുത്തിരുന്നതാണ് കഴിഞ്ഞ വർഷം വരെയുള്ള സ്റ്റുഡൻസിന്. പക്ഷെ ഇപ്പോൾ വീണ്ടും നമ്മുടെ അസോസിയേഷൻ്റെ ഇതിൽ കേസും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് 2 വർഷത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് GHലുള്ള ഇന്റേൺഷിപ്പ്. സോ ഞങ്ങൾ അപ്ലൈ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. സോ ഞാനപ്പോൾ GHലേക്കും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DHSലേക്കാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെയിൽ അയക്കേണ്ടത്. ഒരു പർട്ടിക്കുലർ ഫോമാറ്റിൽ നമ്മൾ മെയിൽ അയക്കുക. നമുക്ക് ഏത് GH ആണ് വേണ്ടതെന്ന് അതിൽ മെൻഷൻ ചെയ്യുക. എന്നിട്ട് അവർ മെയിൽ അയച്ചാൽ മതി. അപ്പോൾ ആ GHൽ ഒഴിവ് വരുമ്പോൾ, അതായത് അവിടുന്ന് സ്റ്റുഡൻസ് ഇറങ്ങി കഴിയുമ്പോൾ വേക്കൻറ്റ് സീറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വേക്കൻറ്റ് സീറ്റിലേക്ക് നമ്മളെ വിളിക്കും.
അപ്പോൾ ഏത് മെയിൽ ഐഡിയിലേക്കാണ് മെയിൽ അയക്കേണ്ടതെന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതിൻ്റെ ഫോർമാറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അവരെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ എറണാകുളം GH ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എറണാകുളം GH ഒഴിവ് വരുന്ന അനുസരിച്ചിട്ട് അവർ മെയിൽ അയച്ച് തന്നെ നമ്മൾ അറിയിക്കും. അപ്പോൾ അറിയിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാ കാര്യങ്ങളുമായിട്ട് GH ചെന്നിട്ട് നമുക്ക് അവിടെ ജോയിൻ ചെയ്യാമെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ സീനിയേഴ്സ് പറഞ്ഞു തന്നതാണ്. ഞാൻ അതിനനുസരിച്ചിട്ടാണ് GH ചെയ്തത്. DME കാര്യങ്ങളാണെങ്കിൽ ഓൾറെഡി അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് അവർ പറഞ്ഞനുസരിച്ചിട്ടാണ് അതും ചെയ്തത്. പിന്നെ നമ്മൾ ഇപ്പോൾ എറണാകുളം GH വെച്ചു, പക്ഷെ വേറെ GH നമുക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, വേറെ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ പോവാം എന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ DHS ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാം, വേറെ എവിടെയെങ്കിലും സീറ്റ് ഒഴിവുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ അവിടെ ഒഴിവുള്ള സ്ഥലത്ത് നമുക്ക് കയറാനുള്ള അഡ്മിഷൻ തരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അല്ലെങ്കിൽ നമ്മൾ GH മാത്രം, ഇപ്പോൾ എറണാകുളം GH മാത്രമാണ് കൊടുത്തിരിക്കുന്നെങ്കിൽ അവിടെ സീറ്റ് ഒഴിവ് വരുന്ന വരെയും അവർ വെയിറ്റ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഡിലേ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ വേറെ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടോ എന്ന് നമുക്ക് DHS വിളിച്ച് ചോദിക്കാം. നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എടുക്കും. പിന്നെ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. സ്മൂത്തായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഡയറക്റ്റ് DHS വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആപ്ലിക്കേഷൻ ഓൾറെഡി കൊടുത്തു. GH കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ കോളേജസിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണോ ചെയ്തത് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. എനിക്ക് ഇതിൽ കൂടുതൽ ആധികാരികമായിട്ടുള്ള പറയാനായിട്ട് എനിക്ക് അതിനെപ്പറ്റി അറിവില്ല. പക്ഷെ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്തൊരു പ്രൊസീജിയർ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം അത് എല്ലാവരുമായിട്ടൊന്ന് കൺവേ ചെയ്യാന്നുള്ളതായിരുന്നു ഞാൻ ഈ വീഡിയോ കൂടി ഉദ്ദേശിച്ചത്. കാരണം ഇനി അപ്ലൈ ചെയ്യാനുള്ളവർക്ക് അത് കുറച്ചുകൂടി ഒരു എളുപ്പമായിട്ട് മാറും. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറേ പേരെ വിളിച്ചു ചോദിക്കേണ്ടി വന്നായിരുന്നു. കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇനിയുള്ളവർക്ക് ചെറുതായിട്ടെങ്കിലും ഒഴിവാകും. കൺഫ്യൂഷൻ വരും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കൺഫ്യൂഷൻസ് വരും. പക്ഷെ ഇത് കുറച്ച് നമ്മളുടെ ആ പ്രൊസീജിയറിനെ എളുപ്പമാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ച് പേർക്കെങ്കിലും ഇത് സഹായകരമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.